ഹായ് ഗൈസ്, ഒരു വാർത്ത പറയാനാണ് വന്നത്. എന്ത് കല്യാണം ഈ റൂം ഒരു മണിയറയാവുന്ന ആലോചിച്ച് നോക്കി. എന്റെ കുട്ടിയെല്ലാം ഒരു മുച്ചറിക്ക് കൊടുത്തില്ല, മുച്ചറി ലീഡറാക്കി. എന്നെ ലീഡറാക്കി. എന്റെ അടുത്ത് അല്ല ഞാൻ ഇതിനകത്ത് കയറി എടാ നിങ്ങളുടെ ഇത് ഏത് ഗാങ് ഡ്രസ് ഇത് പ്രൊഫഷണൽ ഡ്രസ്സൊക്കെ പോയല്ല അണ്ണാ. അയ്യോ ജോഗി, ഹെൽമെറ്റ് എത്രയായിരുന്നു ജോഗി? 100. എന്റെ അടുത്ത് 190 ജോഗി. ഞാൻ സേവ് ചെയ്യട്ടെ. ചെക്ക് FPS പെട്ടെന്ന് ഡൗൺ ആവുന്നടാ, അതാണ് പ്രശ്നം. 146 താണ്ടാ 69 പെട്ടെന്ന്. ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയണം. ഞാൻ ബയോസ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇതാണ് ഇപ്പൊ പുതിയ പ്രശ്നം. ഗൈസ്, ഈ 50 സീരീസ് കാർഡ് എടുക്കുന്ന എല്ലായിടത്തും ഞാൻ പറയുകയാണെ, 50 പ്രത്യേകിച്ച് ഈ 5090 ഒക്കെ എടുക്കുന്നവരുടെ ഇതിന് ഇതുവരെ പ്രോപ്പറായിട്ട് ഒരു ഡ്രൈവേഴ്സ് ഇവന്മാർ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. കാർഡ് 4 ലക്ഷം രൂപയ്ക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്, ഡ്രൈവർ ഇല്ല ഇതിന്, മനസ്സിലായ? അതാണ് പ്രശ്നം. പ്രോപ്പർ ഡ്രൈവേഴ്സ് ഒന്നും ഇല്ല. ഗ്രാഫിക്സ് 2 ഹൈ എന്നോ ബ്രോ. 5090 1/3 പകുതി യൂസേജ് പോലും ഇല്ല ഈ ഗെയിമൊന്നും. ടിവിനൊക്കെ 400 FPS കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു PC മൊത്തത്തിൽ ഇത് അണ്ണാ ഡ്രൈവറായിട്ട് ഞാൻ വരാമെന്ന്. ടെസ്റ്റ് കൊള്ളാലോ അണ്ണാ. നീയൊക്കെ എന്തൊക്കെയാടാ എന്റെ നോക്കുന്നേ? തിരിഞ്ഞു നിന്നാ ചന്തി നോക്കും, നേരെ നിന്നാ നെഞ്ച് നോക്കും. എന്തിനും പിള്ളേർ. പിന്നെ ഇനി കണക്ട് റേഡിയോ ഇടാതെ ഞാൻ അതിൽ കൂടുതൽ എന്താണ് ഇടേണ്ടത് വില്ലുമോനെ? ഞാൻ ഇനി ഓരോരുത്തരെ സിറ്റി കണ്ടുപിടിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് പോയി കണക്ട് ചെയ്യാൻ പറയാൻ പറ്റുമോ? സെർച്ച് ചെയ്ത് നോക്കുമ്പോ എല്ലാരും ഉണ്ട്. ജോക്കി ഒന്ന് റേഡിയോക്കകത്ത് കയറിയിട്ട് പറഞ്ഞു ഒന്ന്. റേഡിയോക്കകത്ത് റോള് വേണ്ടി നമ്മുടെ സസ്പെൻഡ് കോഹ്ലിയുടെ എന്ത് അവൻ അവനെ ഒന്ന് വിളിക്കട്ടെ. അവന്റെ ഇതാണ് അവന്റെ ഉത്തരവാദിത്വം. ഞാൻ നോക്കട്ടെ ഗൈസ്, ഒരു മിനിറ്റ്. ഹലോ ബ്രോ, ടിവിയുടെ ലീഡർ ആയിരുന്നേ. എന്താ സിറ്റിയില് വരുന്നില്ല, സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഗോലിയുടെ സ്ഥാനത്തുനിന്നല്ലേ സസ്പെൻഷൻ? വാറൊക്കെ അടിക്കാൻ വരാലോ. ഓ എത്തിയേക്കാന്ന് പറഞ്ഞാൽ നിന്റെ സൗകര്യത്തിലല്ല വാർ. ഇവിടെ വാർ നടക്കാൻ പോകും. 2 മിനിറ്റ് കൂടെ ഉള്ളു തുടങ്ങാൻ. എന്നാ പെട്ടെന്ന് വാ. ബോസണ്ണനൊക്കെ നിനക്ക് കന്നിമാസമായ പട്ടി പറ്റ ഇവിടെ. എന്നെ കയ്യിൽ കയറ്റി വെച്ചാൽ ഞാൻ അങ്ങനെ ഡ്രസ് മാറാൻ പോണേ. മുച്ചിരി ഡ്രസ് മാറിട്ട് ദർശു എവിടെ? എനിക്ക് 2-3 ദിവസം ചിലപ്പോ വിളിക്കാൻ പറ്റത്തില്ല. ഇവിടെ ജോക്കി വന്നിട്ടുണ്ട് കേട്ടാ. ജോക്കി ഉള്ളതുകൊണ്ടേ കുറച്ച് സ്ട്രിക്റ്റ് ആണ് കേട്ടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ജോക്കിയുടെ ഈ പെണ്ണുങ്ങളായിട്ട് സംസാരിക്കുന്നൊന്നും ഇഷ്ടമല്ല. പെണ്ണ് കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷനാ. ഒരു പെണ്ണ് സെറ്റാക്കി കൊടുത്താ പോരെ? അങ്ങനെ മുരട സ്വഭാവത്തിന് ആരും സെറ്റ് ആവുന്നില്ല. സിറ്റിയിൽ ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ട്, ആരെയൊക്കെ സെറ്റാക്കി കൊടുക്കാം. ഇല്ല, അങ്ങനെ മുരട സ്വഭാവത്തിന് ഒരാളും സെറ്റ് ആവൂല, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഞാൻ ഇന്നാണെങ്കിൽ 2 ഒരു പ്രീ വാറും ഉണ്ട്. പിന്നെ ഇന്ന് അപ്പാപ്പന്റെ ബർത്ത്ഡേ അല്ലേ,
അയ്യോ ബർത്ത്ഡേക്ക് വന്നിട്ട് നമ്മളെയൊന്നും വിളിക്കുന്നില്ല. വിളിക്കും എല്ലാരും വിളിക്കും. ഞങ്ങൾ ആദ്യം വാറൊന്ന് ഡീലാക്കിയിട്ട് വരാന്ന് വിചാരിച്ചാ. ഓക്കെ ഏട്ടാ പോയിട്ട് വാ. ഓക്കെ സൂക്ഷിക്കണം, ഹെൽത്ത് ഒക്കെ നോക്കണം. ഓക്കെ ഓക്കെ ഏട്ടാ. ശരി. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ഇവിടെ ഇവരെല്ലാരും കൂടെ സമരം നടത്താനുള്ള പരിപാടിയാണ്. അവർക്ക് അവരുടെ ബോയ് ഫ്രണ്ട്സിനെ വേണത്. ഓ ജോക്കി വന്നതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് ആരെയും വിടുന്നില്ലല്ലേ? സമരമായിട്ട് ഇങ്ങോട്ട് വന്നാ മതി, അങ്ങേരെ അടിച്ചു ഭിത്തിയാക്കിട്ട് തരും. ഞാൻ പറഞ്ഞത് പറയല്ലേ? ഇല്ല പറയത്തില്ല. ഓക്കെ എല്ലാം പോയി ചേച്ചിട്ട് വരും. ഓക്കെ അണ്ണാ ഹലോ, ഇത് തരോ ഏമോ? ആമൊക്കെ താഴെയാടാ, ഇവിടെ ഇല്ല. ഇല്ല താഴെ ഇല്ല. അപ്പൊ ഇല്ല അണ്ണാ മറ്റേ റോള് തരോ ഇതിന്റെ ഈ ലോക്കർ ഹാൻഡിൽ തന്നെ? ഞാൻ ഒന്നും എടുക്കൂല. ഏത് ബോസ് ലോക്കറോ? ലീഡർ സ്ഥാനം നിനക്ക് തന്നേക്കും. നീ എടുത്തോ. അത് വേണ്ട നീ എടുത്തോ. അണ്ണാ ഓക്കെ താങ്ക് യു അണ്ണാ. അതിന് കേറിയിട്ട് ബോസ് ലോക്കർ ആക്സസ് ചെയ്തു. റോഡ് ഇടാൻ പറഞ്ഞു. എന്താണിത്? ഞാൻ എന്നെ ലീഡറാക്കി. അതെ റേഡിയോക്കകത്തെ ചന്ദ്ര മേളില് ബോസ് ലോക്കറിന്റെ അവിടെ. എന്റെ ലോക്കറില്ല, കണ്ടി ലോക്കർ എന്നല്ല പറഞ്ഞത്, മേളിലെ നമ്മുടെ ഈ ലീഡറിനൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലോക്കർ. ഇങ്ങോട്ട് വാ. നീ എന്താ താടി മുടിയൊക്കെ കുളത്തി? പോലീസ് ഓടിക്കുന്ന അതിന്റെ മക്കള് കൊന്നല്ലോ. അന്നാ ഇതെന്തിനു നിക്കറൊക്കെ ഹുഡിയെല്ലാം ഒരു മുച്ചറിക്ക് കൊടുത്തില്ല, മുച്ചറി ലീഡറാക്കി. എന്റെ തല ചൊടിച്ച് ചന്ദ്രു മുണ്ടാണ്ടൊക്കെ നിങ്ങൾക്ക് വാറുണ്ടല്ലേ ഇപ്പം? വാറുണ്ട് ജോക്കി. അത് കഴിഞ്ഞിട്ട് എല്ലാരും ചന്ദ്രൻ വിളിച്ച് ബാക്കി എല്ലാരും ഞാൻ ഇല്ലാതെ മീറ്റിംഗ് എന്തിനൂടെ പഞ്ചായത്ത് മെമ്പറാണോ? കോളടിച്ചല്ലോ കൊച്ചു കള്ള. എന്ത് ഒന്നും അറിയാത്ത പോലെ. എന്താ കഷന്റെ എനിക്ക് നാണം വരുന്നു നിന്നെ കണ്ടിട്ടേ. അന്ന് എന്താ കാര്യം പറ. നിന്റെ കല്യാണം തേങ്ങ അന്നാന്ന് പോയണ്ണല്ലേ. ഇങ്ങോട്ട് വന്നേ. ഈ റൂം ഒരു മണിയറയാവുന്ന ആലോചിച്ച് നോക്കി. കട്ടില് പൊളിക്കും. ഞാൻ അപ്പുറത്തെ റൂമില്, നിങ്ങൾ ഇവിടെ. അല്ല എന്താ സംഭവം? എന്താ കല്യാണം? ആരെ കല്യാണം? അന്ന് സമ്മതിച്ചു. ഇന്ന് കല്യാണത്തിനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അണ്ണു എല്ലാം പറഞ്ഞു നിന്റെ കല്യാണം നടത്താൻ ജോക്കി പറഞ്ഞെന്ന്. വെറുതെ പറയുന്നതായിരിക്കും പണ്ടത്തെ പോലെയൊക്കെ എപ്പോഴത്തെ. അല്ലെന്ന് സീരിയസ് ആയിട്ട്. എന്നാ പണ്ടൊക്കെ എനിക്ക് ഈ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ആഗ്രഹം കുറച്ച് കുറഞ്ഞ്. ഓ എങ്ങനെയും ഒഴിവാക്കാൻ നോക്കിക്കൊണ്ടിരിക്കണല്ലേ നീ? സിറ്റിയില് പുതിയ പെണ്ണുകൾ വന്നപ്പോ നിനക്ക് അലീനെ വേണ്ടല്ലേ? അങ്ങനല്ല. പിന്നെ എങ്ങനെ അങ്ങനെ വേണ്ട തുറപ്പാണാ? അണ്ണാ കെട്ടിക്കഴിയുമ്പോൾ ലോക്ക് ആവൂലേ? കുറച്ചുകൂടി നമുക്ക് നമ്മളെ പ്രസൻസ് കുറച്ചുകൂടി വൈഡ് ആക്കണ്ടേ സിറ്റിയില്? അണ്ണ കെട്ടണ കല്യാണം കാത്ത് വെളിയിൽ നിൽക്കുന്ന മനുഷ്യനോട് ഞാൻ എന്ത് പറയും ഇനി? കല്യാണം നടക്കൂലെന്ന് എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല ചന്ദ്ര, നീ തന്നെ സംസാരിക്കൂ. ഈ എപ്പിസോഡ് നിർത്തുവാണേ. അണ്ണാ ശരിക്കും പറഞ്ഞാണോ കല്യാണം നടത്തി തരാന്ന്? പിന്നെ തമാശ പറഞ്ഞോ? സംസാരിക്കാം. ഇപ്പൊ സംസാരിക്കണ്ട, ഇപ്പൊ നമ്മള് വാർ ആംബിയൻസ് നിൽക്കുമല്ലേ?
ഓക്കെ അപ്പൊ കുറച്ച് കൽപ്പിടാം. നീ പോയി ഡ്രസ്സ് മാറിട്ട് പെട്ടെന്ന് വാ, നമുക്ക് മാറി കഴിഞ്ഞിട്ട് വന്ന് ജോക്കിയിട്ട് സംസാരിക്കാം. ഞാൻ കാര്യം പെട്ടെണ്ണ വേറെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റൂല. എന്താ ഇവയ്ക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുക. എങ്ങോട്ട് വരാൻ പറ്റില്ലെന്ന്? അങ്ങോട്ട് ഇങ്ങോട്ടോ? ഓ നിന്നെ കാത്ത് ഇവിടെ എലി, നീ എന്തോ തിന്നാൻ മേടിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞ് എലി ഇവിടെ കാത്തിരിക്കുക. പിന്നെ പാതിരാത്രി ഒലക്ക് കിട്ടും. നോക്കിയിരുന്നോ പറ അവിടത്ത് അട്ടം നോക്കി. ഹായ് ഗായ്സ്, ഒരു വാർത്ത പറയാനാണ് വന്നത്. നിങ്ങളെല്ലാരും കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് എല്ലാരും ഇത് നിങ്ങളുടെ അണ്ണൻ എല്ലാം എന്റെ പേരിൽ എഴുതി തന്നിട്ട് സന്യസിക്കാൻ പോയി. ഈ മനോരോഗി എനിക്ക് തുപ്പ് കിട്ടുന്നത് കേൾക്കാൻ വേണ്ടിട്ട് ഈ മനോരോഗി എന്നെ പിടിച്ചെടുത്തപ്പോ പുള്ളി പോയി. പുള്ളി ഇല്ല, പുള്ളി എനിക്ക് ചാനൽ തന്നു. ഇനി മുതൽ പുള്ളി ഇല്ല. ഒരു സൈക്കോത്തനാണ് ഇവിടെ പിടിച്ചിരുത്തിയതാണ്. ഞാൻ അന്നേരെ പറഞ്ഞു അവന്റെ പിള്ളേര് അണ്ണന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടിട്ടൊന്ന്. ഞാൻ ലൈറ്റ് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി വെച്ച് ഇരുത്തി നോക്കിയതാ. ലൈറ്റ് കറക്റ്റാ. ഞാൻ പോവാണ്. ഞാൻ നമ്മളെ ഇരയാക്കിയതാണ്. ദൈവമേ വെറുതെ ഒരാളെ വിളിച്ചു വരുത്തി ആക്ഷേപിച്ചപ്പോ എനിക്ക് നല്ല മനസ്സൊന്നും കിട്ടിയിരിക്കുന്നത്. എനിക്ക് നാട്ടുകാരെ കൊണ്ട് സന്തോഷിക്കും. വിളിച്ച് 652 പേരുടെ തുപ്പും വാങ്ങിക്കൊടുത്തു. 2400 പേരുടെ തുപ്പ് കിട്ടി. 2452 പേർക്കും എൻജോയ്. താങ്ക്സ്. എനിക്ക് 20,000 കോടി ഫൈൻ വരുന്നൊക്കെ 20,000 കോടി ഈ സെർവറിൽ മൊത്തം 20,000 രൂപ കോടി. ഹലോ മൈൻഡ് ചെയ്യണം. ആശ്വാദം വാങ്ങിട്ട് പോലാ വാങ്ങ. ജോക്കിനായിട്ട് ആശ്വാദം വാങ്ങല്ല. ഇതുപോലൊരു സെർവർ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഓ കോള് നമ്മളെക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോളൊക്കെ വന്നു തുടങ്ങി. ഇപ്പൊ PC ഒക്കെ കിട്ടി, പെണ്ണൊക്കെ സെറ്റായി. നമ്മളിനി ബാക്കിലോട്ടല്ല വേണ്ട, ഫ്രണ്ടിലോട്ട് വാങ്ങിച്ചിട്ട് പറഞ്ഞ മൂട് പിടിക്കത്തില്ല ഞാൻ. വിഷമം കൊണ്ടിട്ടോ. പറഞ്ഞു ആരെന്നെ മനസ്സിലാക്കിയില്ലല്ലോ. അണ്ണൻ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ എപ്പോഴും പറയായിരുന്നു. ആരോട്? എല്ലാരോടും. സാറിന് കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളോടല്ല പറഞ്ഞു. നിനക്ക് പെണ്ണില്ലല്ലോ, നീ സിഗ്മയല്ലേ? ഞാൻ തികയുള്ളൂ. അതുകൊണ്ടാണല്ലോ അണ്ണന്റെ അടുത്ത് പറയുന്നത്. അണ്ണൻ മാത്രമേ എന്നെ മനസ്സിലാക്കുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അണ്ണൻ തന്നെ എന്നെ തള്ളി പറഞ്ഞല്ലോ. അണ്ണ ഞാനെങ്ങും ആരും തള്ളി പറഞ്ഞില്ല. സങ്കടം ഉണ്ട് അണ്ണ, സങ്കടം. ഞാൻ എവിടെയാ നിന്നെ തള്ളി പറഞ്ഞത്? നീ എനിക്ക് ബോബി നീ ഇത് കേക്കണം. ഞാൻ ഇവൻ എല്ലാ ദിവസവും ഞാൻ എവിടെ വരുന്നു അവിടെ വന്ന് എന്നെ കാണാൻ തുടങ്ങി. അത് ദിവസം ചെല്ലുന്തോറും എനിക്കൊരു പ്രതീക്ഷയായി മാറി. പിന്നീട് ഇവനെ കാണാത്തപ്പോ എനിക്ക് ഫ്രസ്ട്രേഷൻ ആയി തുടങ്ങി. എനിക്ക് എന്റെ ഭാര്യയോട് പോലും ഇത്ര സ്നേഹം വന്നിട്ടില്ല. ഭാര്യയുണ്ട്? അങ്ങനല്ല, ഭാര്യയാവാൻ പോകുന്ന കുട്ടിയോട് പോലും. എന്നിട്ട് അടുത്ത ദിവസം വന്ന് എനിക്കൊരു പ്രോമിസ് തന്ന് ഞാൻ എല്ലാ ദിവസവും ഉണ്ടാവുമെന്ന്. ആ പറഞ്ഞ ദിവസം തൊട്ട് 2 ദിവസം ഇവനില്ല. അണ്ണന്റെ അടുത്ത് പ്രോമിസ് പറഞ്ഞില്ലായിരുന്നു അണ്ണ.
എനിക്ക് വരാൻ പറ്റിയ സാഹചര്യം എന്താണേലും ഞാൻ വരും. സാഹചര്യം ഞാൻ ചോദിച്ചപ്പോ മോബി എന്നോട് പറയാനേ എനിക്ക് പുറത്തൊരു അർജന്റ് കോൾ ഉണ്ടായിരുന്നു. അതൊന്നും സാഹചര്യം എനിക്ക് പെണ്ണില്ല. ഇവിടെ മുച്ചിരിക്ക് വേണമാ ഏതാണ് ഹിമാലയൻ ആണോ ക്ലാസിക് ആണോ? അവനാ കോമഡി കേട്ടില്ലെന്ന് തോന്നുന്നു. എന്താ 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 അല്ല ഹിമാലയനല്ല ആ ഓക്കെ ഓക്കെ. ഓ തോക്കിലിടുന്ന ലക്ഷം. ഓക്കെ ഒരുപാട് ഡ്യൂറബിലിറ്റി കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. നീ അത് പോയിട്ടോ, ഞങ്ങൾ ഈ വണ്ടി തിരിച്ചു നോക്കോളാം. നിന്നോടല്ല അവനോടാ പറഞ്ഞത്. ഞാൻ ഇതി വരാം. വാറല്ലോ പ്രീവാറാന്ന് ബോർഡിലോട്ട് നോക്കുക. ബോർഡിലോട്ട് ടേബിൾ ടേബിൾ നോക്ക. ടേബിൾ നോക്ക്. നേരെ നോക്ക്. ഞാൻ നിൽക്കുന്നുണ്ട്. ബില്യൺസിന്റെ ബാറ്റ് ആയിരിക്കും. എന്റെ ഇങ്ങോട്ടൊന്ന്. എന്റെ പേടിക്കൊന്നല്ല. ആ ബോളെല്ലാം പോക്കറ്റ് എന്ന് പറഞ്ഞ മറ്റേ ഹോളിൽ കൂടെ പോകുന്നതാണ് പേടി. പൊന്നളിയ ഇത് ബുക്കിംഗ് അല്ല. എന്താ ചോക്കി?